ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡെലിവറിക്കൊക്കെ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമ്മൾ അമ്മയ്ക്കും കുഞ്ഞിനുള്ള ഡ്രസ്സ് സാധനങ്ങളൊന്നും കൂടാതെ ഇതെങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമ്മൾ കൈ പിടിക്കേണ്ടതുണ്ട്. ഒരു 3-4 ദിവസം എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കും. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ എന്തായാലും ആവശ്യമുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്കിത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലത്തെ ഒരു ബക്കറ്റ് നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ ബാത്റൂമിൽ ബക്കറ്റൊക്കെ ഉണ്ടെങ്കിലും ഒരെണ്ണം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു മൂടിയുള്ള ബക്കറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് മേടിച്ചിട്ടുള്ള ബാക്കി എല്ലാ സാധനങ്ങളും ഇതിലിട്ട് വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് കൈപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ ഇതാ ഈ ബക്കറ്റിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ഇതേപോലത്തെ സ്ലിപ്പർ നമുക്ക് ബാത്റൂമിലോ അല്ലെങ്കിൽ റൂമിലായാലും ബാത്റൂമിലും നമുക്ക് എവിടെയാണ് യൂസ് ചെയ്യാൻ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് ഇതേപോലത്തെ ഒരു സ്ലിപ്പർ എന്തായാലും ഒരെണ്ണെങ്കിലും മേടിക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ എന്താ ടിഷ്യൂ എടുത്തിട്ടുണ്ട് കേട്ടോ. ടിഷ്യൂ നമുക്ക് അത്യാവശ്യം തന്നെയാണ്. ഫുഡൊക്കെ കഴിച്ച് കൈ തുടയ്ക്കാനായാലും അല്ലെങ്കിൽ അത് ഫേഷ്യൽ ടിഷ്യൂ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫേസ് തുടയ്ക്കാനായാലും അല്ലെങ്കിൽ പ്ലേറ്റ് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനായിട്ട് നമുക്ക് ടിഷ്യൂ ആവശ്യം വരും. പിന്നെ ഞാൻ നമുക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്തായാലും പാത്രം, ഗ്ലാസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൈ പിടിക്കും. അപ്പോൾ അതൊക്കെ കഴുകാനായിട്ട് ഒരു ലിക്വിഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സോപ്പ്, അലക്കണ സോപ്പാണിത്. നമുക്ക് അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സുകളായാലും കുഞ്ഞിൻ്റെ കഴുകാനായിട്ട് വേറെ ഉണ്ട്. നമ്മുടെ ഡ്രസ്സുകളൊക്കെ കഴുകാനായിട്ട് ഒരു അലക്കണ സോപ്പ് അത്യാവശ്യമാണ്. സോപ്പ് മുടി വേണ്ടവർക്ക് സോപ്പ് മുടി ആയാലും കൈ പിടിക്കാം. ഇതാണ് ഞാൻ കുഞ്ഞിൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യാനായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഡിറ്റർജൻ്റാണ്. ബേബി ഡിറ്റർജൻ്റാണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. 600 ml ആണ് മേടിച്ചത്. കാരണം നമുക്ക് വീട്ടിൽ വന്നാലും യൂസ് ചെയ്യാം, അതുകൊണ്ട് വലുത് തന്നെ വാങ്ങിച്ചു. പിന്നെ ഇത് നമ്മൾ ഒരു ചെറിയൊരു ഡെറ്റോൾ കൈ പിടിക്കുന്നത് നല്ലതാണ്. ഡ്രസ്സൊക്കെ കഴുകി ഡെറ്റോളിൽ മുക്കിയിട്ട് നമുക്ക് ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ തുടയ്ക്കാനോ ഹോസ്പിറ്റലിലേക്ക് ആയതുകൊണ്ട് ഡെറ്റോൾ എന്തായാലും ഒരു ചെറിയൊരു ബോട്ടിൽ കൈ പിടിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ ക്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഡ്രസ്സൊക്കെ എന്തായാലും ക്ലിപ്പ് ഇടാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പറന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ക്ലിപ്പും അത്യാവശ്യം തന്നെയാണ്. പിന്നെ ആ പേസ്റ്റ്, ബ്രഷ്, ടങ് ക്ലീനർ അങ്ങനത്തെ ഐറ്റംസ്. ഇപ്പം നമ്മൾ എത്ര പേര് ഹോസ്പിറ്റലിൽ നിൽക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് ടങ് ക്ലീനറും ബ്രഷും പേസ്റ്റൊക്കെ കൈ പിടിക്കുക. പിന്നെ ഇതാ ഞാനൊരു സാനിറ്റൈസർ എടുത്തിട്ടുണ്ട്. അപ്പോൾ സാനിറ്റൈസറും നമ്മുടെ റൂമിൽ തന്നെ ഒരെണ്ണം എന്തായാലും വെക്കുക. നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പോഴൊക്കെ എന്തായാലും കൈയൊക്കെ സാനിറ്റൈസ് ചെയ്യുക. പിന്നെ ഞാനൊരു ഹാൻഡ് വാഷ് വാങ്ങിച്ചിട്ടുണ്ട്. ഹാൻഡ് വാഷ് നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ ആവശ്യമുള്ളത് തന്നെയാണ്. നമ്മൾ പുറത്ത് പോയി വന്നാലും ഫുഡ് കഴിക്കുന്നതിന് മുന്നൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് ഹോസ്പിറ്റലൊക്കെ നിൽക്കുന്നതുകൊണ്ട് നന്നായി കൈയൊക്കെ വാഷ് ചെയ്തതിന് മാത്രം ഫുഡൊക്കെ കഴിക്കുക. പിന്നെ ഒരു കുളിക്കുന്ന സോപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 3-4 ദിവസം നിൽക്കുമ്പോൾ കുളിക്കുന്ന സോപ്പും നമുക്ക് അത്യാവശ്യം തന്നെയാണ്. പിന്നെ ഞാൻ പാത്രം കഴുകുന്ന ഒരു സ്പോഞ്ച് ടൈപ്പുള്ളതും പിന്നെ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബറും അങ്ങനെ 2 എടുത്തിട്ടുണ്ട് പാത്രം കഴുകുന്നതിന് ആവശ്യമായിട്ടുള്ളത്. പിന്നെ കത്രിക നമുക്ക് എന്തെങ്കിലും കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ മുണ്ട് കട്ട് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ കത്രിക ആവശ്യം വരും. കത്തി ആയാലും നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് കത്രിക നമുക്ക് ആവശ്യം വരും. പിന്നെ ഞാൻ ചെറിയൊരു ബോട്ടിൽ പാരച്യൂട്ടിൻ്റെ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തലയിലൊക്കെ തേച്ച് വേണമെങ്കിൽ കുളിക്കാം, അല്ലെങ്കിൽ ഒരു ചെറുതൊരെണ്ണം കൈ പിടിക്കുന്നത് നല്ലതാണ്. നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം നിൽക്കുന്നവർക്കോ ആവശ്യത്തിന് വേണമെങ്കിൽ തേക്കാം. പിന്നെ ഞാൻ ഒരു ചീർപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ചീർപ്പ് ഞാൻ ബാഗിൽ വേറെ ചീർപ്പും ബണ്ണും ക്ലിപ്പൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. കൂടാതെ ഇതിൽ ഒരു ചീർപ്പ് ഇടുന്നുണ്ട്. ചീർപ്പ് നമുക്ക് മുടിയൊക്കെ ഒന്ന് ചീകി കെട്ടാനൊക്കെ ആയിട്ട് ആവശ്യമാണ്. ബാക്കി സാധനങ്ങളൊന്നും കൈ പിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അധികം മേക്കപ്പും കാര്യങ്ങളൊന്നും ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ചീർപ്പും ബണ്ണൊക്കെ വേറെ ബാഗിൽ വെച്ചിട്ടുണ്ട്. എന്നാലും ഇതിലും ഞാനൊരു ചീർപ്പ് വെക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ഞാനൊരു ഷാമ്പു എടുത്തിട്ടുണ്ട്. ഷാമ്പു വലുതൊന്നും വേണമെന്നില്ല. നമ്മൾ ഷാമ്പു ഇട്ടൊന്നും അങ്ങനെ കുളിക്കാനും പറ്റുന്ന സാഹചര്യമൊന്നും ആയിരിക്കില്ല നമുക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ. അപ്പോൾ എന്നാലും ഞാനൊരു ചെറിയ പാക്കറ്റ് 2 എണ്ണം എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വന്നാലും വിചാരിച്ചിട്ട് കൈ പിടിക്കുന്നുണ്ട്. പിന്നെ അതൊരു പഴയ തുണിയാണ്. അതൊരു കവറിലാക്കി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് തുടയ്ക്കാനോ ടേബിൾ തുടയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പഴയ തുണി 1-2 തുണി നമുക്കൊരു കവറിലാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ എടുക്കാനായിട്ട് പെട്ടെന്ന് സുഖമായിരിക്കും. അപ്പോൾ ഇത് ഇത്രയും ഐറ്റംസാണ് കേട്ടോ ഈ ഒരു ബക്കറ്റിലായിട്ട് കൊണ്ടുപോകുന്നത്. വേറെ നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് തയ്യാറാക്കുമ്പോൾ വേറെയും സാധനങ്ങളൊക്കെ കൈ പിടിക്കണം. അതായത് തലയണ, ബെഡ്ഷീറ്റ്, പിന്നെ പാത്രങ്ങൾ അങ്ങനെ കൈ പിടിക്കണം. എന്നാലും ഈ ഒരു ബക്കറ്റിലായിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ കൈ പിടിക്കാൻ എന്തായാലും ആരും മറക്കരുത്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ആവശ്യം വരുന്നതാണ്. ഇതുകൂടാതെ ഹോസ്പിറ്റൽ ബാഗ് ആയിട്ട് തയ്യാറാക്കുന്നത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.